ഹായ് ഹലോ വെൽക്കം ടു കരിയർ ടോക്സ് അറ്റ് പിക്സൽ ടൂൺസ്. അപ്പം നമ്മൾ ഇന്ന് ഈ ഒരു സെഗ്മെൻറ്റിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക് എന്ന് പറയുന്നത് മൾട്ടിമീഡിയ സെക്ടറിൽ ഒരു കരിയർ അല്ലെങ്കിൽ ഒരു ജോബ് കണ്ടെത്തുന്നതിന് നമുക്ക് ഡിഗ്രി ആവശ്യമാണോ എന്നുള്ളതാണ്. ആക്ച്വലി നമ്മുടെ ഒരു കരിയർ കൗൺസിലിംഗ് സെഷനിലൊക്കെ ധാരാളം പേര് ചോദിക്കുന്ന ഒരു ഡൗട്ടാണിത്. സ്റ്റുഡൻസ് മാത്രമല്ല പേരൻസിനും ഈ ഒരു കാര്യത്തിൽ വളരെയധികം ഡൗട്ട്സ് ഉണ്ടാവാറുണ്ട്. അതായത് മക്കളെ ഡിഗ്രിയുടെ കഴിഞ്ഞതിന് ശേഷമാണോ ഈ ഒരു മൾട്ടിമീഡിയ ആണെങ്കിലും പഠിക്കേണ്ടത്, അല്ലെങ്കിൽ ഡിഗ്രി ഇതിലേക്ക് ആവശ്യമാണ് എന്നുള്ളത്. അപ്പോൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെയാണ് നമുക്ക് ഇന്ന് ഈ വീഡിയോയിലൂടെ ഡിസ്കസ് ചെയ്യാനുള്ളത്. ഇത് നിങ്ങൾക്കൊരു ഡിസിഷൻ എടുക്കാൻ വളരെയധികം ഹെൽപ്ഫുൾ ആയിരിക്കും. അപ്പോൾ ഈ ഒരു ടോപ്പിക്കിനെ പറ്റിയിട്ട് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യുമ്പോൾ നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ മൾട്ടിമീഡിയ സെക്ടറിൽ ഏതൊരു ജോബ് ആയിക്കോട്ടെ, അതിപ്പോൾ ഒരു ഡിസൈനർ ആയിക്കോട്ടെ, ആനിമേറ്റർ ആയിക്കോട്ടെ, ഫിലിം എഡിറ്റർ ആയിക്കോട്ടെ, അല്ലെങ്കിൽ ഒരു VFX ആർട്ടിസ്റ്റ് ആയിക്കോട്ടെ, ഇതെല്ലാം നമ്മുടെ ക്രിയേറ്റീവ് എബിലിറ്റീസിൽ ഫോക്കസ് ചെയ്ത് വരുന്ന ജോബ്സ് ആണ്. അപ്പം നമ്മളെ ഹയർ ചെയ്യുന്നൊരു പേഴ്സൺ അല്ലെങ്കിൽ നമ്മുടെ ഒരു ജോബ് കിട്ടാനും അതിൽ നിലനിൽക്കാനും നമുക്ക് വേണ്ടത് നമ്മുടെ ക്രിയേറ്റിവിറ്റി, അത് നമുക്ക് വേണം. നമ്മുടെ സർഗാത്മകത എന്ന് പറയുന്നൊരു സാധനം ഇതിൽ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പം അത് നമുക്ക് നിർബന്ധമായിട്ടും വേണം. അതുകൂടാതെ നമുക്ക് ഇത് എക്സ്പ്രസ് ചെയ്യുന്ന അതെങ്ങനെ ഒരു മനുഷ്യനെ ഇവാലുവേറ്റ് ചെയ്യാൻ പറ്റും. ഇപ്പം നിങ്ങളൊരു കമ്പനിയിലേക്ക് ഹയർ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ജോബിന് അപ്ലൈ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ആ വ്യക്തി നിങ്ങളെ ഹയർ ചെയ്യുന്ന അല്ലെങ്കിൽ പ്ലേസ്മെൻറ്റ് സെല്ലിലുള്ള ഒരാൾ അല്ലെങ്കിൽ ആ കമ്പനിയുടെ ഒരു HR ഡിപ്പാർട്ട്മെൻറ്റിലെ ഒരാൾ, അയാൾ ഇവാലുവേറ്റ് ചെയ്യുന്നത് നിങ്ങളുടെ ക്രിയേറ്റീവ് സ്കില്ലാണ്. ഇപ്പോൾ നിങ്ങൾ ഡിസൈൻ ആണെങ്കിൽ നിങ്ങളുടെ ഡിസൈൻ സ്കില്ല്, അതല്ല നിങ്ങളൊരു ആനിമേറ്റർ ആണെങ്കിൽ നിങ്ങളുടെ ആനിമേഷനുള്ള നിങ്ങളുടെ ഒരു സ്കിൽസ് എന്താണ്, എഡിറ്റർ ആണെങ്കിൽ നിങ്ങളുടെ ഒരു ഷോ റീൽ, അതേപോലെ ഡിസൈനർ ആണെങ്കിൽ നിങ്ങളുടെ ഒരു പോർട്ട്ഫോളിയോ. നമ്മൾ ഈ പോർട്ട്ഫോളിയോ ഷോ റീൽ എന്ന് ഉദ്ദേശിക്കുന്നത് നിങ്ങൾ ചെയ്ത ബെസ്റ്റ് വർക്ക്സിൻ്റെ ഒരു കളക്ഷനാണ്. അപ്പോൾ ഈ ഒരു സാധനമാണ് ആദ്യം അവർ ഇവാലുവേറ്റ് ചെയ്യുക. നിങ്ങളൊരു ജോബിലേക്ക് അപ്ലൈ ചെയ്യുമ്പോൾ ആദ്യം നിങ്ങൾ സെൻഡ് ചെയ്ത് കൊടുക്കേണ്ടത് നിങ്ങളുടെ പോർട്ട്ഫോളിയോ ആയിരിക്കും. അപ്പോൾ ഈ പോർട്ട്ഫോളിയോയിൽ നിങ്ങൾക്ക് ഒരാളെ ഇംപ്രസ് ചെയ്യാൻ കഴിഞ്ഞെങ്കിൽ മാത്രമേ അവരൊരു സെക്കൻഡ് ലെവൽ ഇൻ്റർവ്യൂവിലേക്ക് നിങ്ങളെ ഡയറക്റ്റ് വിളിക്കുകയുള്ളൂ. അപ്പം നമുക്ക് ഏറ്റവും അത്യാവശ്യം എന്ന് പറയുന്നത് ഈ ഒരു നമ്മുടെ സ്കില്ല് പുറത്ത് കാണിക്കുന്ന നമ്മുടെ ഒരു പോർട്ട്ഫോളിയോ അല്ലെങ്കിൽ ഷോറിയിലായിരിക്കും. അപ്പം സർട്ടിഫിക്കറ്റ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു അക്കാഡമിക് ബ്രില്യൻസ് കാണിക്കുന്ന നിങ്ങൾ ഗ്രാജുവേറ്റ് ആണോ പോസ്റ്റ് ഗ്രാജുവേറ്റ് ആണോ തുടങ്ങിയ കാര്യങ്ങൾ ഇതിൽ സെക്കൻഡറി ആയിരിക്കും. അപ്പോൾ ആദ്യം ഒരാൾ തീർച്ചയായിട്ടും ഫോക്കസ് ചെയ്യുന്നത് നിങ്ങളുടെ ഈ ഒരു പോർട്ട്ഫോളിയോ അല്ലെങ്കിൽ ഷോറിയിലായിരിക്കും. നമുക്ക് അപ്പോൾ ഒരു പ്രാക്ടിക്കൽ എക്സ്പോഷർ കൂടുതലായിട്ട് കിട്ടുന്ന പ്രോഗ്രാംസ് ആണെങ്കിൽ മാത്രമേ നമുക്ക് ഈ ഒരു മേഖലയിൽ നല്ലൊരു കരിയർ ബിൽഡ് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. അപ്പോൾ നമ്മളൊരു കോഴ്സ് ഈ ഒരു മേഖലയിൽ പഠിക്കാൻ വേണ്ടി ചൂസ് ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എത്രത്തോളം പ്രാക്ടിക്കൽ ട്രെയിനിങ് ഇതിൽ ലഭിക്കുന്നുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ നമുക്ക് ഇപ്പോൾ ഒരു ഡിഗ്രി പ്രോഗ്രാം നിങ്ങളിപ്പോൾ ചില ആളുകൾ ചോദിക്കാറുണ്ട്, ഈ ഒരു മേഖലയിൽ തന്നെ നമുക്ക് BA മൾട്ടിമീഡിയ അല്ലെ MA മൾട്ടിമീഡിയ, ഗ്രാഫിക് ഡിസൈൻ, BA ആനിമേഷൻ എന്നൊക്കെ പറയുന്ന ധാരാളം ഡിഗ്രി പ്രോഗ്രാംസ് നമുക്ക് അവൈലബിൾ ആയിട്ടുണ്ട്. പക്ഷേ ഈ ഒരു പ്രോഗ്രാംസ് ചൂസ് ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഇതിൽ എത്രത്തോളം പ്രാക്ടിക്കൽ എക്സ്പോഷർ നമുക്ക് കിട്ടും എന്നുള്ളതാണ്. ഇപ്പോൾ പല ഡിഗ്രി പ്രോഗ്രാംസിലും കൂടുതലായിട്ട് തിയറിക്ക് ഇമ്പോർട്ടൻസ് കൊടുത്തുകൊണ്ടാണ് ചെയ്യാറ്. നമുക്ക് പല സെമസ്റ്ററിലായിട്ട് ഒരുപാട് പേപ്പേഴ്സ് നമുക്ക് തിയറി പോർഷൻസ് പഠിക്കാനായിട്ടുണ്ടാവാം. അപ്പോൾ നമ്മുടെ ഇവിടെ അക്കാഡമിയിൽ തന്നെ നമ്മുടെ പിക്സൽ ടൂൺസിൽ തന്നെ ധാരാളം കുട്ടികൾ ഡിഗ്രി കഴിഞ്ഞിട്ട് വന്നിട്ട് ഒരു പോർട്ട്ഫോളിയോ ബിൽഡ് ചെയ്യാൻ വേണ്ടിയിട്ട് പ്രാക്ടിക്കൽ ട്രെയിനിങ് കൂടുതലായിട്ട് ലഭിക്കുന്നതിനൊക്കെ വേണ്ടിയിട്ട് കോഴ്സ് ചെയ്യാറുണ്ട്. അപ്പോൾ ഞാൻ പറയുന്നത് ഡിഗ്രി നിങ്ങൾ പഠിച്ചു കഴിഞ്ഞാലും നിങ്ങൾക്ക് ഒരു നല്ല പോർട്ട്ഫോളിയോ ബിൽഡ് ചെയ്യണമെന്നൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ ഒന്നെങ്കിൽ ഇൻറ്റേൺഷിപ്പ് ചെയ്യുകയോ അല്ലെങ്കിൽ ആരെങ്കിലും അസിസ്റ്റ് ചെയ്യുകയോ അല്ലെങ്കിൽ ഒരു ഡിപ്ലോമ പ്രോഗ്രാം ചെയ്യേണ്ടതായിട്ടോ വരും. അപ്പം നമുക്ക് ടൈം കൂടുതലായിട്ട് ഇതിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ ഓക്കെ ആണ് എന്നുണ്ടെങ്കിൽ നമുക്ക് ഡിഗ്രി പ്രോഗ്രാംസ് ചൂസ് ചെയ്യാവുന്നതാണ്. ചില ആളുകളുണ്ട്, ഇപ്പം എനിക്കൊരു അക്കാഡമിക്കലി എനിക്കൊരു ഗ്രാജുവേഷൻ വേണം അല്ലെങ്കിൽ എനിക്കൊരു പോസ്റ്റ് ഗ്രാജുവേഷൻ വേണം എന്നൊക്കെ ആഗ്രഹിക്കുന്ന ആളുകളുണ്ട്. അവർക്കും ഇത്തരത്തിലുള്ള മൾട്ടിമീഡിയയിലെ കോഴ്സുകൾ ചെയ്തിട്ട് ഓപ്പൺ യൂണിവേഴ്സിറ്റി പ്രോഗ്രാംസ് ഒക്കെ നമ്മുടെ നാട്ടിൽ ധാരാളമായിട്ടുണ്ട്. ഡിഗ്രീസ് ഒക്കെ വേണമെങ്കിൽ അങ്ങനെ ചെയ്യാം. അങ്ങനെ ചെയ്യുന്ന ധാരാളം കുട്ടികൾ നമ്മുടെ അക്കാഡമിയിൽ തന്നെ പഠിക്കുന്നുമുണ്ട്. അപ്പം അങ്ങനെ വേണമെങ്കിൽ ചെയ്യാം. ഞാൻ പറയുന്നത് ഇത് ടൈം എന്ന് പറയുന്നത് വളരെ പെട്ടെന്നൊരു ജോബ് എനിക്ക് വേണം എന്ന് ആഗ്രഹിക്കുന്ന ഒരാൾ ഒരിക്കലും ഈ ഒരു മേഖലയിൽ ഡിഗ്രിയിലേക്ക് പോകേണ്ട ഒരു ആവശ്യം ഇല്ല. നമുക്ക് മൾട്ടിമീഡിയയിൽ ജോബ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഞാൻ ആദ്യം പറഞ്ഞ പോലെ തന്നെ നമുക്ക് നമ്മുടെ ക്രിയേറ്റിവിറ്റിയും അതേപോലെ തന്നെ ഒരു ക്ഷമയും അതേപോലെ കഠിനാധ്വാനം ചെയ്യാനൊരു മനസ്സും ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് സിംപിളി ഒരു ജോബിലേക്ക് പോകാനും അതിൽ നിലനിന്ന് പോകാനുമായിട്ട് സാധിക്കും. ഓക്കെ, അപ്പോൾ നമ്മൾ ഇത്രയും സമയം ഡിസ്കസ് ചെയ്തതിലൂടെ ഏറെക്കുറെ ഒരു ധാരണ നിങ്ങൾക്ക് എത്തിയിട്ടുണ്ടാവും എന്ന് ഞാൻ വിചാരിക്കുന്നു. അതായത് നമുക്ക് ഇപ്പോൾ ഒരു ഒറ്റ വാക്കിൽ ഇതിന് ഉത്തരം പറയുകയാണെങ്കിൽ മൾട്ടിമീഡിയയിൽ ഒരു കരിയർ കിട്ടണമെന്നുണ്ടെങ്കിൽ, ഒരു ജോബ് കിട്ടണമെങ്കിൽ ഡിഗ്രി വേണമെന്ന ചോദ്യത്തിന് തീർച്ചയായിട്ടും വേണ്ട
എന്ന് തന്നെയാണ് നമുക്ക് പറയാനായിട്ട് സാധിക്കുക. പക്ഷേ ഇത് ഓരോരുത്തരെയും അപേക്ഷിച്ചിരിക്കും. അതായത് നിങ്ങൾക്കിപ്പോൾ ഒരു 3 ഇയർ ഡിഗ്രി വേണം, എനിക്ക് റെഗുലറായിട്ട് തന്നെ ഇത് എടുക്കണം, അതല്ലെങ്കിൽ എനിക്ക് ഒരു പോസ്റ്റ് ഗ്രാജുവേഷൻ വരെയൊക്കെ പോകണം, ഒരു കോളേജ് ലൈഫ് വേണം, അങ്ങനെയൊക്കെയുള്ള ആഗ്രഹം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവർക്ക് ഡിഗ്രി ചെയ്യാവുന്നതാണ്. പക്ഷേ അതല്ലാതെ മൾട്ടിമീഡിയ സെക്ടറിൽ ഒരു കരിയറിന് വേണ്ടി മാത്രം നിങ്ങൾക്ക് ഒരു ഡിഗ്രി ചെയ്യണമെന്ന് ചോദിച്ചാൽ വേണ്ടാന്ന് തന്നെയാണ് അതിൻ്റെ ഒരു ഉത്തരം. അപ്പോൾ പേരൻസിനോടും കൂടിയിട്ടാണ് അവർക്കും ഈ ഒരു വീഡിയോ ഹെൽപ്ഫുൾ ആകുമെന്ന് നമ്മൾ വിചാരിക്കുന്നു. മാത്രമല്ല ഈ ഒരു മേഖലയിൽ നമുക്ക് ആവശ്യം ക്രിയേറ്റിവിറ്റി, അത് നമുക്ക് അപ്ഗ്രേഡ് ചെയ്യാൻ, മീൻസ് അതായത് ട്രെൻഡിനനുസരിച്ച് സ്വയം അപ്ഡേറ്റ് ചെയ്യാൻ, ഈ ഒരു മേഖലയിൽ നിൽക്കാനുള്ളൊരു പാഷൻ, ഇത് രണ്ടുമാണ് മൾട്ടിമീഡിയ സെക്ടറിൽ ഒരു ജോബ് കിട്ടാൻ നിങ്ങൾക്ക് ഏറ്റവും അത്യാവശ്യമായിട്ടുള്ള 2 കാര്യങ്ങൾ. അപ്പോൾ ഇത്തരത്തിലുള്ള കോഴ്സുകളെ പറ്റി ഇനിയും ഈ ഒരു കാര്യത്തിൽ പറ്റി നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നമ്മുടെ കരിയർ കൗൺസിലിംഗ് സെഷനിൽ ബന്ധപ്പെടാവുന്നതാണ്. പിക്സൽ ടോൺസിൻ്റെ കോഴ്സ് കൗൺസിലിംഗ് സെഷൻ നമ്പർ നമ്മൾ ഈ വീഡിയോയുടെ താഴെ മെൻഷൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ മറ്റൊരു സെഗ്മെൻറ്റുമായി മറ്റൊരു സബ്ജക്റ്റുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ബൈ.